ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കളിക്കൂടിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണെന്ന് പറയാൻ പോകുന്നത്. സുധീഷിന്റെ കുടുംബം തകർത്ത ആ കറുത്ത കൈകൾ ആരുടേതാണെന്ന സത്യം നിധി ഇന്ന് തിരിച്ചറിയുകയാണ്. വർഷങ്ങളായി ഒരു അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ട ആൺമക്കൾക്ക് മുന്നിൽ ഒടുവിൽ ആ രഹസ്യം പുറത്തു വരികയാണ്. സ്വന്തം അച്ഛൻ ഒളിപ്പിച്ചു വെച്ച ആ പഴയ ഫോട്ടോയിൽ നിന്നാണ് തന്റെ അമ്മായിയുടെ ദയനീയ കഥ നിധി മനസ്സിലാക്കുന്നത്. തന്റെ കുടുംബം ചെയ്ത ക്രൂരതയ്ക്ക് പരിഹാരം കാണാൻ അവളൊരു വലിയ തീരുമാനമെടുക്കുന്നു. നഷ്ടപ്പെട്ടു പോയ അമ്മയെ സുധീഷിന് തിരിച്ചു നൽകാൻ നിധി നടത്തുന്ന പോരാട്ടമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുതിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അങ്ങനെ സുധീഷിന്റെ അമ്മയുടെ ഫോട്ടോ കാണുമെന്ന് നിധി ഒരിക്കൽ വാശി പിടിക്കുകയാണ്. എന്നാൽ ആ ഓർമ്മകൾ സുധീഷിനെ സങ്കടത്തിലാഴ്ത്തുകയാണ്. അമ്മയെ അച്ഛൻ കൊന്നതാണെന്ന് നാട്ടുകാർ പറയുന്നു. അമ്മയുടെ മൃതദേഹം പോലും ഞങ്ങളെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സുധീഷ് പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഈ വാക്കുകൾ നിധി വിശ്വസിക്കുന്നില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ രഹസ്യമുണ്ടെന്ന് നിധി സംശയിക്കുന്നു. ആ സമയത്താണ് സുഭാഷ് ഒളിപ്പിച്ചു വെച്ച അമ്മയുടെ ഫോട്ടോവുമായി നിധിക്കരികിൽ വരുന്നത്. ഫോട്ടോയിലെ ശാന്തിയുടെ മുഖം കണ്ട് ഇത്രയും പാവമായ ഒരാളെ അച്ഛൻ കൊല്ലുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് നിധി ഉറപ്പിച്ചു പറയുന്നു. ശാന്തിയുടെ തിരോധാനത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന ആ സത്യം ഭാസ്കരൻ പിന്നീട് നിധിയോട് വെളിപ്പെടുത്തുകയാണ്. ശാന്തിയെ കൊന്നത് താനാണെന്ന് നാട്ടുകാരും മക്കളും വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവളൊരു സമ്പന്ന കുടുംബത്തിലെ പെണ്ണായിരുന്നുവെന്നും ഒരു ലോറി ഡ്രൈവറായ തന്നെ പ്രണയിച്ചതിന് വീട്ടുകാർ അവളെ തട്ടിക്കൊണ്ടു പോയതാണെന്നും അച്ഛൻ പറയുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതും അവളാണെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നു. അച്ഛന്റെ നിരപരാധിത്വം മനസ്സിലാക്കി നിധിയാണെങ്കിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനിടയിൽ നിധിയുടെ സ്വന്തം അമ്മ അവളെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് തിരികെ വരാൻ അപേക്ഷിച്ച് കരയുന്നതോടെ കഥ വൈകാരികമായ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. പിന്നീട് സുധീഷിനോട് സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് നിധി തന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട സന്തോഷത്തിൽ അമ്മ അവളെ സ്വീകരിക്കുന്നു. നിധിയുടെ അമ്മ പറയുകയാണ് കരഞ്ഞുകൊണ്ട്, എത്ര കാലമായി മോളെ നിന്നെ കണ്ടിട്ട്, പിണക്കമെല്ലാം മറന്ന് നീ ഇങ്ങോട്ട് വന്നല്ലോ, എനിക്കത് മതി. അപ്പൊ നിധി പറയുന്നുണ്ട്, വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അമ്മേ, പക്ഷേ അന്ന് എന്റെ സ്വപ്നങ്ങളും സർട്ടിഫിക്കറ്റുകളും അച്ഛൻ തീയിട്ടപ്പോൾ നോക്കി നിന്ന ആ കാഴ്ച എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. ഈ ഒരു സമയത്താണ് അമ്മ നിധിയോട് ആ സത്യം വെളിപ്പെടുത്തുന്നത്. നിന്റെ ഐഡന്റിറ്റി കാർഡും മറ്റും അച്ഛൻ സുരക്ഷിതമായി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവ എടുക്കാനായി അച്ഛന്റെ മുറിയിലെ പെട്ടി തുറന്ന നിധി ഞെട്ടിപ്പോവുകയാണ്. നിധി അതിനുള്ളിലെ ഒരു ഫോട്ടോ കണ്ടിട്ട്, ഈ ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് സുധീഷിന്റെ അമ്മ ശാന്തിയല്ലേ, ഇവരുടെ ചിത്രം എങ്ങനെ അച്ഛന്റെ സ്വകാര്യ ശേഖരത്തിൽ വന്നു എന്ന് ആലോചിക്കുകയാണ്. പിന്നീട് സംശയം തീർക്കാൻ വേണ്ടി ഫോട്ടോയുമായി നിധി അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ, ആരാണിത്? ഈ സ്ത്രീക്ക് നമ്മുടെ കുടുംബവുമായിട്ട് എന്താണ് ബന്ധം? അത് കേട്ട് അമ്മ പറഞ്ഞു കൊടുക്കും, മോളെ, ഇത് നിന്റെ അച്ഛന്റെ ഏക സഹോദരിയാണ് ശാന്തി. ഒരു ലോറി ഡ്രൈവറെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കളഞ്ഞവളെന്നാണ് നിന്റെ അച്ഛൻ അവളെക്കുറിച്ച് പറയാറുള്ളത്. നിന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് അവളെയാണ് ഓർമ്മ വരാറുള്ളത്. ഏതായാലും ഇതങ്ങോട്ട് അറിയുന്നതും നിധി ആകെ ഞെട്ടിപ്പോവുകയാണ്. പിന്നീട് ശാന്തിയെ പറ്റി, ശാന്തിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് മുന്നിൽ അമ്മ കൂടുതൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അതായത്, അവൾ ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു. പക്ഷേ നിന്റെ മുത്തശ്ശൻ അത് തകർത്തു. ഗുണ്ടകളെ വിട്ട് അവളെ ബലമായി തട്ടിക്കൊണ്ടുവന്നു. ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ആ വേർപാട് അവളെ ശരിക്കും ഭ്രാന്തിയാക്കി മാറ്റി. നിധിക്കും ഇതെല്ലാം കേട്ട് ഷോക്കാവുകയാണ്. നിധി ചോദിക്കുകയാണ് വെപ്രാളത്തോടെ, എന്നിട്ട് അവരിപ്പോ എവിടെയുണ്ടെന്ന്. ഏതോ ഒരു മാനസികാശുപത്രിയിലുണ്ട്. സ്വന്തം ജ്യേഷ്ഠനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവളിപ്പോ. മുത്തശ്ശൻ മരിച്ച ശേഷം നിന്റെ അച്ഛനാണ് അവളെ അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷിക്കാൻ നിന്നാൽ അച്ഛൻ നിന്നെ വെറുതെ വിടില്ല. അങ്ങനെ ശാന്തിയുടെ ദുരന്തത്തിന് പിന്നിൽ തന്റെ കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ് നിധി തളർന്നു പോവുകയാണ് കേട്ടോ. അപ്പോ സുധീഷിന്റെ അമ്മ എന്റെ അപ്പച്ചിയാണ്. എന്റെ അച്ഛനും മുത്തശ്ശനും ചെയ്ത ക്രൂരതയ്ക്ക് അവനും സഹോദരങ്ങളും ആ അച്ഛനും അനുഭവിക്കുന്നത് എത്ര വലിയ വേദനയാണ്. ആ പാവ സ്ത്രീയെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടെത്തണം, അവരെ മക്കളുടെ അടുത്തേക്ക് എത്തിക്കണം. തന്റെ കുടുംബം ചെയ്ത തെറ്റിന് പരിഹാരമായി ശാന്തിയെ കണ്ടെത്തി മക്കൾക്ക് തിരികെ നൽകുമെന്ന് നിധി മനസ്സാലെ ഉറപ്പിക്കുന്നു. തുടർന്ന് സുധീഷിന്റെ അടുത്തെത്തി, നിന്റെ അമ്മ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന് നിധി വെളിപ്പെടുത്തുകയാണ്. അച്ഛൻ നിരപരാധിയാണെന്നും സത്യം ഉടൻ പുറത്തു വരുമെന്നും അവൾ വാഗ്ദാനം ചെയ്യുന്നു. ഒന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന സുധീഷിന് മുന്നിൽ അമ്മയെ താൻ നേരിട്ട് ഹാജരാക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിധി മടങ്ങുകയാണ്.